ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ട് നമ്മൾ കുട്ടിയെ വോട്ട് തിരിച്ചെടുക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനാണ് ഈ ഹൈക്കമാൻഡ്? എന്ത് തീരുമാനമെടുത്താലാണ് ജനങ്ങൾക്കും അതുപോലെ തന്നെ സ്വന്തം സംഘടനയ്ക്കും ഗുണം വരിക എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വൈകണത്. എന്തിനാണ് ഈ ഹൈക്കമാൻഡ്? എന്തിനാണ് ഈ ഹൈക്കമാൻഡ്? എന്ത് പറയണമെന്നറിയില്ല. കാരണം നമ്മൾ പറഞ്ഞു മടുത്തു. ഇതൊരു രാഷ്ട്രീയ കക്ഷിയല്ലേ? ഒരാളുടെ തീരുമാനത്തിന് വേണ്ടി സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളും നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെയിറ്റ് ചെയ്ത് നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഈ ഹൈക്കമാൻഡ്? ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കാത്ത ഇങ്ങനെ ഒരു, എന്താണ് പറയേണ്ടതെന്ന് അറിയാഞ്ഞിട്ടല്ല, പറയാൻ തോന്നുന്നില്ല. എന്തിനാണ് ഇങ്ങനെ ഒരു ഹൈക്കമാൻഡ്? നമ്മുടെ കേരളത്തിൽ ഇത്രയും ഒരു ഭരണമാറ്റം വേണമെന്ന് ഭൂരിഭാഗം ജനങ്ങളും ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ UDF ഇത്രയും സീറ്റിൽ വിജയിച്ചത്. കോൺഗ്രസിലെ മെമ്പേഴ്സിന് മാത്രമല്ല, സാധാരണ ജനങ്ങൾക്കും ആഗ്രഹമുള്ള കാര്യമല്ലേ. എത്ര ദിവസമായി? 2 ആഴ്ചയാകാനായില്ലേ? ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറയരുത്. ജനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ എന്നോ തീരുമാനിക്കാമായിരുന്നു. ഇല്ലെങ്കിൽ ഇന്നലെ വൈകിട്ടെങ്കിലും ആ തീരുമാനം പറയേണ്ടതായിരുന്നു. കാരണം അത്രയും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു, അത്രയും ജനങ്ങളെ കാത്തിരുത്തി. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി അല്ലെങ്കിൽ 1 മണി എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബാലിശം എന്നൊന്നും പറയാൻ പറ്റില്ല, ഭയങ്കര കോഴത്തരമാണ്. ഒരു തീരുമാനം എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. എന്ത് തീരുമാനമെടുത്താലാണ് ജനങ്ങൾക്കും അതുപോലെ തന്നെ സ്വന്തം സംഘടനയ്ക്കും ഗുണം വരിക എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വൈകണത്. ഇനി എന്തിനാ ഒരു മുഖ്യമന്ത്രി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം നിങ്ങൾ തീരുമാനിക്കുന്ന മുഖ്യമന്ത്രിക്ക് ജനങ്ങൾ ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആ മുഖ്യമന്ത്രിക്ക് നിങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടിയോ ജനങ്ങൾക്ക് വേണ്ടിയോ ഒരു കുന്തം ചെയ്യാൻ പറ്റില്ല. കാരണം സാധാരണ ജനങ്ങൾക്ക് മനസ്സിലായി, ഒരു തീരുമാനം എടുക്കാനും കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്കാരാണ് ഈ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞിരിക്കണമെന്ന്. ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ട് നമ്മൾ കുട്ടിയെ വോട്ട് തിരിച്ചെടുക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഇവർ മന്ത്രിസഭയിൽ സപ്പോർട്ട് പിൻവലിക്കുമല്ലോ, അപ്പോൾ മന്ത്രിസഭ ഇടിഞ്ഞ് താഴെ വീഴാറുണ്ട്. അതുപോലെ നമ്മൾ കുട്ടിയെ വോട്ട് തിരിച്ചെടുക്കാൻ വല്ല മാർഗം ഉണ്ടെങ്കിൽ തിരിച്ച് അങ്ങനെയുണ്ടെങ്കിൽ കുട്ടി വോട്ട് തിരിച്ചെടുക്കായിരുന്നു. കാരണം ഇങ്ങനെ ഈ കളി കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് താല്പര്യമില്ല. ഈ ഡൽഹിയിൽ നിന്ന് കെട്ടിയിറക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങൾ പോകേണ്ടവർ പോയിട്ട് പെട്ടെന്ന് തീരുമാനിച്ചു പോവാ, അല്ലെങ്കിൽ ഈ ഇലക്ഷന് മുമ്പേ തന്നെ ഇതൊക്കെ തീരുമാനിച്ചു വെക്കണം. അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളക്കളികളും അത് നിങ്ങൾ നടത്തിക്കോ, പുറത്തേക്ക് അറിയാൻ പാടില്ലായിരുന്നു. അതൊക്കെ എന്തൊരു കഷ്ടമാണോ ഒരു ഹൈക്കമാൻഡും തേങ്ങാക്കൊലയും.